ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പി നഗരസഭയിൽ കോൺഗ്രസിലെ ടി.പി. ഷാജി ചെയർമാനാകും. മുന്നണി ധാരണ പ്രകാരം ആദ്യ 2.5 വർഷം കോൺഗ്രസും പിന്നീട് മുസ്ലിം ലീഗും ഭരണം നടത്തും. CPM-മായി ചേർന്ന നഗരസഭാ ഭരണം UDF-ന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും 5 വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പിന് മുൻപ് ടി.പി. ഷാജി കോൺഗ്രസിൽ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൽ നിന്നും പുറത്തു പോവുകയും V4 മുന്നണി രൂപീകരിച്ച് CPM-മായി ചേർന്ന് UDF-ന്റെ കയ്യിലുണ്ടായിരുന്ന പട്ടാമ്പി നഗരസഭാ ഭരണം പിടിച്ചെടുക്കുകയും 5 കൊല്ലം CPM ഭരണസമിതിയിൽ ടി.പി. ഷാജി വൈസ് ചെയർമാൻ ആവുകയും ചെയ്ത് രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് പട്ടാമ്പി സാക്ഷ്യം വഹിച്ചത്. 5 കൊല്ലത്തിന് ശേഷം ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ടി.പി. ഷാജി തിരിച്ച് കോൺഗ്രസിലെത്തുകയും മത്സരിച്ച് പട്ടാമ്പിയിൽ UDF-ന് വൻ വിജയമുണ്ടാക്കുകയും നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ടി.പി. ഷാജി കോൺഗ്രസിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ നഗരസഭാ ചെയർമാൻ സ്ഥാനം നൽകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞതോടെ ടി.പി. ഷാജിയെ ചെയർമാനായി കോൺഗ്രസ് പാർലമെന്ററി യോഗം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലെ നേതാവിനെ തിരഞ്ഞെടുക്കാനും വേണ്ടിയിട്ടുള്ള യോഗമാണ് ഇവിടെ ചേർന്നത്. ഈ യോഗത്തിൽ വെച്ച് പ്രിയപ്പെട്ട ഷാജി കോൺഗ്രസിന് അനുവദിച്ച കാലാവധി അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടി ചെയർമാനും അതുവഴി മുനിസിപ്പൽ ചെയർമാനുമായി തിരഞ്ഞെടുക്കുന്നതിന് ഐക്യകണ്ഠേന എല്ലാ മെമ്പർമാരുടെയും സാന്നിധ്യത്തിൽ അത് അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടി ചെയർമാനായി അംഗീകരിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്ത ടി.പി. ഷാജി സ്വാഭാവികമായിട്ടും മുനിസിപ്പൽ ചെയർമാനുമായി തിരഞ്ഞെടുക്കപ്പെടും. ഭരണപരിചയമുള്ള പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ടി.പി. ഷാജി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ മുനിസിപ്പൽ കൗൺസിലും ഭരണവും മാതൃകാപരമായ ഭരണം കാഴ്ചവെക്കുമെന്നും പട്ടാമ്പിയുടെ അഭൂതപൂർവമായ വികസനത്തിന് മുൻകൈയെടുക്കുമെന്നും വോട്ടർമാർക്കും ഈ നാട്ടിലെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പട്ടാമ്പിയുടെ സമഗ്രമായ വികസനത്തിന് പൂർണ്ണ പിന്തുണ വേണമെന്ന് ടി.പി. ഷാജി പറഞ്ഞു. പട്ടാമ്പി നഗരസഭയിലെ കോൺഗ്രസ് അംഗങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗമാണ് ഇന്നിവിടെ ചേർന്നത്. ബഹുമാന്യനായ ശ്രീ C.V. ബാലചന്ദ്രൻ അവர்களுടെയും പ്രിയപ്പെട്ട C.P. മുഹമ്മദ് ex-MLA അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് യോഗം ഇവിടെ വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ ഐക്യകണ്ഠേന എന്നെ പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷം അറിയിക്കുകയാണ്. നന്ദിയും കടപ്പാടും ഈ പാർട്ടിയോടും അറിയിക്കുകയാണ്. ഈ സ്ഥാനലബ്ധി വഴി പട്ടാമ്പിയുടെ സമഗ്രമായ വികസനത്തിനും താഴെ തലത്തിലുള്ള സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതിനെല്ലാ ജനങ്ങളുടെയും പിന്തുണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാം. UDF മുന്നണി ധാരണ പ്രകാരം ആദ്യ 2.5 കൊല്ലം കോൺഗ്രസ് ഭരിക്കും. ഇതിൽ ടി.പി. ഷാജി ചെയർമാനും മുസ്ലിം ലീഗിലെ അസ്ന ഹനീഫ വൈസ് ചെയർപേഴ്സണുമാകും. അതിനുശേഷമുള്ള 2.5 കൊല്ലം മുസ്ലിം ലീഗിന്റെ ഊഴമാണ്. മുസ്ലിം ലീഗിൽ മുതിർന്ന അംഗം ടി.പി. ഉസ്മാൻ ചെയർമാനാകുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ തുടർച്ചയായി 5 കൊല്ലം വിജയം നേടിയ കോൺഗ്രസിലെ C. സംഗീത വൈസ് ചെയർപേഴ്സണാകും. 29 ഡിവിഷനുകളുള്ള പട്ടാമ്പി നഗരസഭയിൽ 19 ഡിവിഷനുകളിൽ UDF-ഉം 9 സീറ്റിൽ LDF-ഉം 1 സീറ്റിൽ BJP-യും വിജയം നേടി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.